ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ റോസാ ചെടികളാണ് കാണിക്കുന്നത്. ഇതിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ റോസിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ റോസൊക്കെ നിൽക്കുന്നത്. ഇതേപോലെ റോസ് വളരണമെങ്കിൽ നമ്മൾ റോസാ ചെടികൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നട്ടുപിടിപ്പിക്കാനായിട്ട്. എന്നാൽ റോസ് നല്ല കരുത്തോടു കൂടി വളർന്നു വരുള്ളൂ. റോസിന് ഏറ്റവും അത്യാവശ്യം വെയിലാണ് കേട്ടോ. വെയിലുണ്ടെങ്കിൽ റോസ് നല്ല ഹെൽത്തിയായി വളർന്ന് ഇതേപോലെ കൊലയായിട്ട് പൂക്കളുണ്ടാവും അതിൽ. പിന്നെ റോസ് നട്ടുപിടിപ്പിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് വേരുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നാടൻ റോസുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. റോസിന് ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് ഉണക്ക ചാണകം പൊടിച്ചത് തന്നെയാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലാണ് ഇതേപോലെ കൊല കുത്തി പൂക്കൾ ഉണ്ടാവുള്ളൂ. ഉണക്കച്ചാണകം പൊടിച്ചതും നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച തെളിയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും റോസിൽ. പിന്നെ വരുന്ന രോഗങ്ങൾ എന്ന് വെച്ചാൽ റോസിൻ്റെ കൊമ്പുകളിലൊക്കെ ഒരു ഫംഗസ് പോലെ വരും. ആ കൊമ്പുകൾ ആ ഫംഗസ് പോലെ വന്ന് അത് ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ വറ്റിപ്പോയി അതിങ്ങനെ ഉണങ്ങിപ്പോവും കൊമ്പുകൾ. അങ്ങനത്തെ ഒരു രോഗം റോസിന് കാണാം. പിന്നെ വരുന്ന രോഗം എന്ന് വെച്ചാൽ ഈ റോസിൻ്റെ കൂമ്പ് കുരുടിക്കുക, മൊട്ടുകളൊക്കെ കുരുടിച്ച് കരിഞ്ഞു പോവും. അങ്ങനെ ഒരു രോഗം കൂടി റോസിന് വരും. നമ്മുടെ നാടൻ റോസുകളാകുമ്പോൾ രോഗങ്ങൾ കുറവായിരിക്കും കേട്ടോ. ബഡ് ചെയ്ത റോസുകൾക്കാണ് കൂടുതലും നമ്മൾ ഇതുപോലെയുള്ള രോഗങ്ങൾ കണ്ടിട്ടുള്ളത്. സാധാ നാടൻ റോസുകൾ ആകുമ്പോൾ രോഗങ്ങൾ കുറവാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് വർഷം ഓരോ റോസിൻ്റെ കടയും വർഷങ്ങളോളം നിൽക്കും. അതാണ് നാടൻ റോസിൻ്റെ പ്രത്യേകത. റോസിന് ഇതേപോലെയുള്ള ഫംഗസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ കടയിൽ നിന്ന് കിട്ടും. അത് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്താൽ തന്നെ റോസിൻ്റെ ഈ രോഗങ്ങൾ മാറുള്ളൂ. അല്ലാണ്ട് നീം ഓയിലൊന്നും അടിച്ചാൽ രോഗം മാറില്ല.